വയനാട് മേപ്പാടിയിൽ കള്ളാടിയിലുള്ള മണ്ണിടിച്ചിൽ നമ്മൾ കണ്ടതാണ്. ഉരുൾപൊട്ടലൊക്കെ. ഒരു നിരവധി ജീവനുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ മണ്ണിടിച്ചിലൊക്കെ കാണുന്ന സമയത്ത് തന്നെ എന്താ ചില ജീവനുകളൊക്കെ അപ്രതീക്ഷിതമായൊക്കെ രക്ഷപ്പെടുന്നു. ഇപ്പോൾ വയനാട്ടിൽ പൊതുവെ മഴയുണ്ടാവുന്ന സമയത്ത് നമ്മൾ ഇതിനു മുമ്പ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ കണ്ടതാണ്. അപ്പോഴൊക്കെ ചിന്തിച്ചൊരു കാര്യമാണ്. പൊതുവെ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നയാണ് ഈ പ്രകൃതി വളരെയധികം വെല്ലുവിളി നേരിടുന്ന ഒരു സ്ഥലത്ത് ഒരു എംപി ഉണ്ടാവുമല്ലോ. ആ ഒരു എംപി എവിടെയാണ് ശരിക്കും? അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായി അല്ലെങ്കിൽ എല്ലാ മാസവും അല്ലെങ്കിൽ അല്ല എല്ലാ വർഷവും ഈ ഒരു കാലവർഷ സമയത്ത് ഇത് ഉണ്ടായി കഴിഞ്ഞ് നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ടതിന് ശേഷം എല്ലാം അന്വേഷിച്ചിട്ട് വരാനുള്ള ആളാണോ അവിടുത്തെ എംപി? ഇപ്പോഴും അവിടുത്തെ എംപിയെ കാണാനില്ലല്ലോ. അല്ല, മഷിനോട്ടക്കാരൊക്കെ കൂട്ടമായിരുന്നു മഷിനോട്ടത്തിൽ നോക്കിക്കൊണ്ടിരിക്കുക, എം പി എവിടെ, എം പി എവിടെയെന്ന്. എൻ്റെ ആദരവിടെയെങ്ങും ആരും ഇല്ലാഞ്ഞിട്ടാണോ ഈ രണ്ട് സഹോദരങ്ങളെ കൊണ്ടുവന്ന് അവിടെ നിർത്തിയിരിക്കുന്നത്? ആദ്യം ഒരു സഹോദരൻ രാഹുൽ ഗാന്ധി അവിടെ നിന്നു, 5 വർഷം തികച്ചു നിന്നു. അടുത്ത ഇലക്ഷനായപ്പോൾ അവിടെ നിന്ന് മത്സരിച്ചു, മറ്റേ അമേഠിയിൽ നിന്ന് മത്സരിച്ചു, എന്നിട്ട് ഇവിടെ രാജിവെച്ചു. ഇതൊരു സ്റ്റാൻഡ് ബൈ കോൺസ്റ്റിറ്റ്യുവൻസി പോലെ അല്ലേ? എന്ത് വന്നാലും ഇവിടെയുള്ള ആൾക്കാർ കണ്ണടച്ച് വോട്ട് ചെയ്യുന്നുള്ളൊരു അഹങ്കാരം അല്ലേ അവർക്കുള്ളത്. എന്നിട്ട് എന്നാലെങ്കിലും ഇവിടുത്തെ മനുഷ്യർക്കൊരു ചാൻസ് കൊടുക്കട്ടെ, മണ്ണിൻ്റെ മണമുള്ള മനുഷ്യർക്കൊരു ചാൻസ് കൊടുക്കട്ടെ, ഇവിടുത്തെ ഭാഷ സംസാരിക്കുന്ന ഒരാൾക്ക് ചാൻസ് കൊടുക്കണ്ടേ? അപ്പം കൊണ്ടുവന്ന് ഇറക്കുമതി ചെയ്തു പെങ്ങളെ. ആ പെങ്ങള് വരും, കയ്യിൽ എപ്പോഴും ഒരു പുഷ്പം ഉണ്ടാവും, മരിച്ച ആൾക്കാർക്ക് കൊണ്ട് റീത്ത് വയ്ക്കാനായിട്ട്. ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇത് പാർലമെൻറ്റിൽ അവതരിപ്പിക്കേണ്ട വ്യക്തി ആരാണ്? എം പി അല്ലേ? എം എൽ എക്ക് എന്ത് ചെയ്യാൻ പറ്റും? 7 MLA കോൺസ്റ്റിറ്റ്യുവൻസി ചേർന്നതാണ് ഒരു എം പി പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസി അല്ലേ? അപ്പോൾ എം പിക്കാണ് ഡൽഹിയിൽ ശബ്ദമാവാൻ പറ്റുക. ഇവരെവിടെയാണ്? ഒരക്ഷരം അവരുടെ വായിൽ നമ്മൾ കേട്ടിട്ടില്ല. ഇവിടെയുള്ള ആൾക്കാരെല്ലാവരും നമ്മളത് ചെയ്യും, ഇത് ചെയ്യും, ജനങ്ങളോടൊപ്പം എന്നൊക്കെ പറയുന്നുണ്ട്, ഇവിടെയുള്ള നേതാക്കന്മാരൊക്കെ. ഉം. പക്ഷേ ശരിക്കും ആക്ഷനിട്ട് ജനങ്ങളോടൊപ്പം നിൽക്കേണ്ടത് എം പി ആണോ? എം ഉം. പി എവിടെയാണെന്ന് ആർക്കും അറിയില്ല, കണക്റ്റ് ആവാൻ പറ്റുന്നില്ല. ചേട്ടനും ഇത് തന്നെയാണല്ലോ അവസ്ഥ. പെട്ടെന്നൊരു മുങ്ങല, പിന്നെ ഉം. എവിടെ പൊങ്ങുമെന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല. പൊങ്ങ പൊങ്ങിയാലായി, ഇല്ലെങ്കിലില്ല, വേറെ ഏതെങ്കിലും ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തു നിന്നൊരു ഹായ് വരും അല്ലേ? അപ്പോൾ ഇപ്പോൾ നമുക്ക് വേണ്ടത് പ്രിയങ്ക ഗാന്ധി എത്രയും പെട്ടെന്ന് അടുത്ത ഫ്ലൈറ്റിൽ വയനാട്ടിൽ വന്നിറങ്ങണം. അവിടുത്തെ ജനങ്ങളെ ശ്രവിക്കണം, അവരുടെ പ്രശ്നങ്ങൾക്കൊപ്പം നിൽക്കണം. കൊല്ലത്തിൽ 2 പ്രാവശ്യമൊക്കെ ഇവിടെ മഴയുള്ളൂ. ആ സമയത്തും ജനങ്ങൾക്ക് ഉണ്ടാകുന്ന സമയത്തും അവരെ പ്രതീക്ഷിക്കുന്നതിൽ ജനങ്ങളെ തെറ്റ് പറയാനുണ്ടോ അതിര? അല്ല, ഇവിടെ സംഭവിക്കുന്നതെന്ന് പറയുന്നത് മണ്ണിടിച്ചിൽ ഉണ്ടാവുന്നു, ഉം, ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നു. ഉം, എല്ലാ ഉരുൾപൊട്ടലും കഴിഞ്ഞതിന് ശേഷം ശവമെണ്ണാനായി എത്ര പേർ മരിച്ചു, പിന്നീട് മരണ വീടുകളിലേക്ക് കടക്കുക. ഉം, ഇതാണ് ചെയ്തു പോകുന്ന ഒരു രീതി. ഉം. പൊതുവെ അവിടുത്തെ ഒരു എംപിയെ സംബന്ധിച്ചാണെങ്കിൽ എല്ലാ ജില്ലകളിലും ഇമ്പോർട്ടന്റ് എല്ലാം പ്രാധാന്യമുള്ളത് തന്നെയാണ്. പക്ഷെ വയനാടിനെ സംബന്ധിച്ച് കുറച്ചും കൂടി സെൻസിറ്റീവ് ആണ്. അതെ, അവിടുത്തെ എന്താണ് ടോപ്പോഗ്രഫി വളരെ അതെ, സെൻസിറ്റീവാണ്, എന്താണ് മലകളും. എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് ഉം, നമുക്ക് ഉം, പറയാൻ പറ്റില്ല. ഉം. അപ്പൊ അത്തരത്തിലൊരു ഇടത്ത് നിന്ന് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കാൻ അല്ലെങ്കിൽ അവരോട് ഒപ്പം നിൽക്കേണ്ട സമയത്ത് ഇല്ലാതിരിക്കുകയും എല്ലാം കഴിഞ്ഞതിന് ശേഷം വരികയും അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ഇവിടേക്ക് വിളിച്ചു ചോദിച്ചിട്ടുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. ആഹാ, വിളിച്ചു ചോദിച്ചു അല്ലേ? ഉം. ആഹാ, അപ്പോൾ അവർ റേഞ്ചിലുണ്ടെന്നർത്ഥം അല്ലേ? അങ്ങനെയും നമുക്ക് കണക്കാക്കാമല്ലോ. അവർ റേഞ്ചിലുണ്ട്, പക്ഷെ ഇങ്ങോട്ടേക്ക് വന്ന സ്വന്തം ജീവന് എന്തെങ്കിലും പറ്റുമോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ വരാത്തതെന്ന് നമുക്ക് ഇല്ല, അടുത്ത വിശ്വസിക്കാമല്ലോ. ദിവസങ്ങളിൽ ഉടനെ വരുമായിരിക്കും. എന്തായാലും ഇങ്ങനെ പ്രശ്നം നടന്ന് ഉം, ഇതിന്റെയൊക്കെ ശേഷം ഉം, എന്തായാലും വരാതിരിക്കില്ല. ഉം, പക്ഷെ ആവശ്യമുള്ള സമയത്ത് കൃത്യമായി ഇടപെടേണ്ട സമയത്ത് ഇടപെടാതിരിക്കുന്ന ഒരു രീതി. ഉം. അതാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി അതായത് ഉണ്ടാകുന്ന സമയത്തും അവരുടുക്കുന്ന മനോഹരമായ സാരിയും സൽവാറിലും ചെളി പുരളാത്തൊരവസ്ഥ വരുമ്പോൾ അവർ വരുമെന്നാണോ അതിലുദ്ദേശിച്ചത്? ഇപ്പോൾ വരുമ്പോൾ മണ്ണിടിച്ചിലിൻ്റെ ചെളിയുണ്ട്, വെള്ളമുണ്ട്, ചിലപ്പോൾ ഒന്ന് സ്ലിപ്പ് ചെയ്ത് വീഴാം, അങ്ങനെ പല ദുരന്തങ്ങളും ഉണ്ട്. അപ്പോൾ അത് വേണ്ട, എനിക്ക് നല്ല മനോഹരിയായിട്ട് വരാൻ പറ്റുന്നൊരവസ്ഥയിൽ, എൻ്റെ വസ്ത്രങ്ങൾക്ക് ഒരു കേടുപാടും പറ്റാത്ത അവസ്ഥയിൽ, എൻ്റെ കൈകളിൽ ചെളി പുരളാത്ത അവസ്ഥയിൽ ഞാൻ വന്നാൽ മതിയെന്ന് അവർ വിചാരിച്ചിട്ടാണോ? ഇപ്പോൾ വരുമ്പോൾ ഒരു ജനത്തെ ചേർത്തൊടിക്കുമ്പോൾ അവരുടെ വസ്ത്രങ്ങളിലൊക്കെ അഴുക്കുണ്ടാവും, അവരുടെ മുഖത്ത് അഴുക്കുണ്ടാവും. അതൊന്നും വേണ്ട. ഇപ്പോൾ ഫോണിൽ കൂടെ ചോദിച്ചല്ലോ, ഉം. ഫോണിൽ കൂടെ ചോദിച്ചു, കാര്യങ്ങൾ ചോദിച്ചു. അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് അതല്ല വേണ്ടത്. ആ സമയത്ത് ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തിയാണ് അവർ നേതാവായിട്ട് അംഗീകരിക്കുന്നത്. ഇപ്പോഴും അവർക്ക് വേണ്ടത് പ്രിയങ്കയുടെ സാമീപ്യമാണ്, ഒരു ആശ്വാസ വാക്കുകളാണ്. നമ്മൾ പലപ്പോഴും ദുരിതബാധിത പ്രദേശങ്ങളിൽ പോകുമ്പോൾ അവർ നമ്മളിൽ നിന്ന് വേറെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഒരു ചേർത്ത് പിടിക്കൽ, കൈ കൊണ്ടൊരിത്, ഞങ്ങളുണ്ട് ട്ടോ കൂടെ, അത് മാത്രമേ അവർ പ്രതീക്ഷിക്കുന്നുള്ളൂ. എല്ലാം കഴിഞ്ഞിട്ട് ചെല്ലുന്നതിൽ എന്താ കാര്യം? 100 വീട് വെച്ച് കൊടുക്കുമെന്ന് പറയുന്നതിൽ എന്താ കാര്യം? അല്ലെങ്കിൽ ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കും, അവരെ ഏറ്റെടുക്കും, ഈ സ്ഥലത്തിൻ്റെ കാര്യങ്ങൾ നോക്കും എന്നൊക്കെ പറയുന്നത്
പറയുന്നത് വാഗ്ദാനങ്ങൾ മാത്രമാണ്. ജനങ്ങൾ ആ വാഗ്ദാനങ്ങൾ കേട്ട് കേട്ട് മതിയായിട്ടിരിക്കുന്ന സാഹചര്യമാണ്. നമുക്കറിയാമല്ലോ, പ്രളയത്തിൻ്റെ പോലും ഇതുവരെ ഒന്നും ആയിട്ടില്ല. എപ്പോൾ കഴിഞ്ഞതാണ്? 18-ൽ 10 കൊല്ലം തികയാൻ പോകുന്ന അടുത്ത വർഷം അല്ലേ? അപ്പോഴും ഒന്നും ആയിട്ടില്ല. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ആ വീടുകളൊക്കെ വളരെ ആഘോഷത്തോടെ ആർഭാടത്തോടെ പിണറായി സഖാവ് ഇറങ്ങുന്നതിന് മുമ്പ് താക്കോൽ ഹാൻഡ് ഓവർ ചെയ്ത് അവിടെ ആർക്കെങ്കിലും താമസിക്കാൻ പറ്റിയിട്ടുണ്ടോ? എന്തിനാണ് ഈ മീഡിയയ്ക്ക് വേണ്ടിയിട്ടുള്ള പബ്ലിസിറ്റി? ജനങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളെ നമുക്ക് നേതാവെന്ന് പറയാൻ പറ്റുള്ളൂ, ജനകീയനായ നേതാവെന്ന് പറയാൻ പറ്റുള്ളൂ. നമുക്ക് രാജ്യം മുഴുവൻ ഭരിക്കുന്ന, രാജ്യം മുഴുവൻ ഓടി നടക്കുന്ന, രാജ്യത്തിൻ്റെ മുഴുവൻ മുഖമായ ഒരു വ്യക്തിയല്ല നമുക്ക് ജനനേതാവായിട്ട്. അങ്ങനെയുള്ള ആൾക്കാരും വേണം. പക്ഷേ ഇങ്ങനെയുള്ള സമയങ്ങളിൽ അവരെയും കൂടെ ഓർക്കുന്ന ഒരാളെ വേണം നമ്മൾ ജനകീയ നേതാവായിട്ട് കാണാൻ. പ്രിയങ്ക, യു പ്ലീസ് കം ടു യുവർ കോൺസ്റ്റിറ്റ്യുവൻസി. അല്ല, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറ്റ്ലീസ്റ്റ് അറിയെങ്കിലും ചെയ്യണം. അപ്പോൾ ഒരാൾ എന്താണ് തൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിടുന്നത്, വയനാടിനെ സംബന്ധിച്ച് പ്രകൃതി ഇപ്പോൾ ദുരന്തങ്ങൾ. ഒരു സ്ത്രീ അല്ലെങ്കിൽ ആരെങ്കിലും അവിടുത്തെ ആൾക്കാർ കരഞ്ഞുകൊണ്ട് ഇവരോട് വിവരിച്ചവർക്ക് എന്തെങ്കിലും മനസ്സിലാവോ? ട്രാൻസ്ലേറ്റർ പറഞ്ഞു കൊടുക്കുന്നതല്ലേ മനസ്സിലാവുള്ളൂ. ആ ട്രാൻസ്ലേറ്ററിന് തോന്നുന്ന കാര്യം പറഞ്ഞാൽ മതി. ഇവർ ഈ പറഞ്ഞ യഥാർത്ഥ ദുരിതങ്ങളോ വിഷമങ്ങളോ ട്രാൻസ്ലേറ്ററിന് ഇവരുടെ മുമ്പിൽ പറയണ്ട, രാജ്ഞിയുടെ മുമ്പിൽ പറയണ്ട എന്ന് തോന്നുവാണെങ്കിൽ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നതിൽ ഇവർക്ക് മനസ്സിലാവുള്ളൂ. എല്ലാവർക്കും ഹിന്ദിയും ഇംഗ്ലീഷും ഒരേപോലെ സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല, പ്രത്യേകിച്ച് നാട്ടിൻപുറങ്ങളിലുള്ള ആളുകൾക്ക് അല്ലേ? അപ്പോൾ ആ സമയത്ത് സ്വന്തം ഭാഷ പോലും മനസ്സിലാവാത്ത ഒരു MP ഇരിക്കുന്ന സാഹചര്യത്തിൽ പ്രിയങ്കയ്ക്ക് എന്തെങ്കിലും ഒരു ആർജവും ജനങ്ങളോടൊരു നല്ല മനസ്സും ഉണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത്, ഞാൻ ഈ കൊച്ചു പ്രദേശത്ത് ഇത്രയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു ഭൂപ്രകൃതിയുള്ള ഒരു പ്രദേശത്തിൻ്റെ MP ആയിരിക്കുവാൻ യോഗ്യയല്ല എന്ന് സ്വയം മനസ്സിലാക്കിയിട്ട് രാജി സമർപ്പിച്ചിട്ട് അവർ കുറച്ചും കൂടെ എന്താ പറയുക, പ്രാദേശികമായി അടുത്ത് നിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് MP ആകുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ മണ്ണിൻ്റെ മണമുള്ള, ഇവിടുത്തെ ജനങ്ങളെ മനസ്സിലാക്കുന്ന ധാരാളം രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാ പാർട്ടികളിലുമുണ്ട്. അവരാവട്ടെ ഇവിടുന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുവാനായിട്ട് ഡൽഹിയിലേക്ക് പോകേണ്ടതെന്നാണ് എനിക്ക് അല്ല, തോന്നുന്നത്. ഈ പ്രശ്നം ഉണ്ടായപ്പോൾ, മണ്ണിടിച്ചിലുണ്ടായപ്പോൾ പ്രതിപക്ഷം പറയുന്നു, ഭരണപക്ഷം പറയുന്നു, എല്ലാവരും ചേർന്നെന്ന് പറയുന്നു, ഓ ആ മണ്ണ് അവിടെ കിടന്ന് പ്രശ്നമായിരുന്നു, ഒരു ഉരുൾ പൊട്ടിയാൽ അത് ഒലിച്ചു വരും എന്നുള്ളത് ഞങ്ങൾക്കറിയാമായിരുന്നു, ഞങ്ങൾക്കെല്ലാം അറിയായിരുന്നു. അപ്പൊ ഇത് ഇത്രയും പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇത് ഒരു സംസാര വിഷയമാവുന്നു, ഇതൊക്കെ എന്തുകൊണ്ട് അവിടുത്തെ MP അറിഞ്ഞില്ല അതെ, എന്നൊരു ചോദ്യം. അതെ. അങ്ങനെ ജനങ്ങൾക്കല്ല, പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും എല്ലാവർക്കും അറിയുമായിരുന്നു മണ്ണ് ഉരുണ്ട് താഴേക്ക് വരുമെന്നെങ്കിൽ. അത് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടവരുടെ ശ്രദ്ധയിൽ എന്തുകൊണ്ട് അവർ പെടുത്തിയില്ല? അവർ ഈ പ്രശ്നമുണ്ടാകാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അപ്പം തന്നെ ഇപ്പോൾ പ്രിയങ്ക വിളിച്ചു എന്ന് പറഞ്ഞ പോലെ അവിടുന്ന് സെയിം ഡിസ്റ്റൻസ് ഉള്ളൂ ഇവിടെ നിന്ന് അങ്ങോട്ട് വിളിക്കാനും. പ്രിയങ്കയെ വിളിച്ച്, മാഡം പെട്ടെന്ന് അലേർട്ട് ചെയ്യൂ, ഈ മണ്ണ് ചിലപ്പോൾ പ്രശ്നമാവും, മഴയാണ് വരുന്നത് എന്ന് എന്തുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള നേതാക്കന്മാർ പറഞ്ഞില്ല? ജനങ്ങളുടെ ജീവന് ഒട്ടും വിലയില്ലേ? നമ്മൾ ആ വീഡിയോ കണ്ടില്ലേ, ഒരു സ്ത്രീയെ ഭർത്താവ് രക്ഷിക്കുന്നത്? എന്തോ ദൈവത്തിൻ്റെ മഹാഭാഗ്യം കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടു പോയത്. ആ വലിയ ടാങ്കർ ലോറി തിരിഞ്ഞ് കറങ്ങി വരുന്നതൊക്കെ നമ്മൾ വീഡിയോയിൽ കണ്ടില്ലേ? ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് ഉറപ്പുണ്ടായിട്ടും എന്തുകൊണ്ട് അവിടുത്തെ MP വേണ്ടപ്പെട്ടവരുടെ ശ്രദ്ധയിൽ പെടുത്തിയില്ല എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അവരെവിടെയായിരുന്നു? ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്നും അവിടുത്തെ പ്രതിപക്ഷ ഭരണപക്ഷ നേതാക്കൾ ഒന്നടങ്കം പറഞ്ഞിട്ടും എന്തുകൊണ്ട് അവിടുത്തെ ശബ്ദമാകേണ്ട MP ഡൽഹിയിൽ ആ ശബ്ദം ഉയർത്തിയില്ല? ഇങ്ങനൊരു പ്രശ്നമുണ്ടാകാം, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാം, വേണ്ടത് ചെയ്യൂ, അടിയന്തരമായി ചെയ്യൂ എന്ന് പറയേണ്ട പ്രിയങ്ക ഗാന്ധി എന്തുകൊണ്ട് അത് ചെയ്തില്ല? അതാണ് വയനാടിനോടൊപ്പം ചേർന്ന് കേരളം മനസ്സ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ അന്നെങ്കിലും വരുമെങ്കിലും ചെയ്യണമായിരുന്നു. ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഓക്കെ, ഒന്ന് പരിശോധിക്കാം, എന്താണ് തൻ്റെ ജില്ലയ്ക്കുള്ള പ്രശ്നം, തൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് എന്താണ് പ്രശ്നം. ഒന്നാമത് ഇവരുടെ മുന്നിൽ ഒരു ദുരന്തം ഇവർ കണ്ടതാണ്, ഇവർ ഭരിക്കുന്ന ഇവര് സമയത്താണ്. കണ്ടില്ല, എല്ലാം കഴിഞ്ഞിട്ടല്ലേ മാഡം വന്നത്. എന്നാൽ അവര് അത്രയും TV-യിൽ കൂടെ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ കൂടെയും വീഡിയോകളൊക്കെ കണ്ടാവും. ബട്ട് ഷീ നെവർ കെയിം. പ്രിയങ്കയ്ക്കൂടെ അത് വോട്ട് ചെയ്ത നടക്കുന്ന ആളുകൾ അല്ല തന്നെയല്ലേ ഇത്? നടക്കുന്ന സമയത്ത് ഷി വാസ് നെവർ ദേ. അത് കഴിഞ്ഞിട്ടാണ് അവർ വന്ന് പലരോടൊപ്പവും അല്ല അതിന് വേണ്ടിയിട്ടൊക്കെ ഫോട്ടോഷൂട്ട് പോലെ, ഞാൻ പറയുന്നില്ല, അങ്ങനത്തെ പല വീഡിയോസും നമ്മൾ കണ്ടു അല്ലേ. അതൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് എവറിത്തിങ് ഈസ് ക്ലീൻ ആൻഡ് ക്ലിയർ, മീഡിയ അറ്റൻഷൻ കിട്ടുമെന്നുള്ള സമയത്ത് മാത്രമേ അവർ വന്നിട്ടുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു
മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ, അവിടെയും ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.